ഹലോ, അസ്സലാമു അലൈക്കും. ഇതാ ഞങ്ങളുടെ പച്ചക്കറി തോട്ടമാണ് ഇന്ന് കാണിക്കുന്നത്. തക്കാളിയൊക്കെ പിടിച്ചിരിക്കുന്നതുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി. ഇതാ കണ്ടോ, നമ്മുടെ ചെറിയ സ്ഥലത്ത് പോലും നമുക്ക് കവറുകളിൽ ബക്കറ്റ്, ഒഴിഞ്ഞ വേസ്റ്റ് ബക്കറ്റുകളിൽ, പൊട്ടിയ ബക്കറ്റിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. ഇവിടെ ദാ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. നമ്മുടെയൊക്കെ ഒരു ചെറിയ അടുക്കളത്തോട്ടം. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ പറ്റും. പച്ചമുളക്, നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതാ പുതിനയിലയുണ്ട്, വഴുതനങ്ങയുണ്ട്, മല്ലിയിലയുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ ചീരയൊക്കെ ഇന്നലെയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് തോരൻ വെച്ചു. പിന്നെ ഇവിടെ പാവയ്ക്കുണ്ട്, കോവലുണ്ട്, പാവയ്ക്കുണ്ട്, തക്കാളി. ഇതായി ഇവിടെ കുറച്ച് തക്കാളി ഉണ്ട്, പഴുത്തിക്കുന്നുണ്ട്. നമ്മുടെ പാവയ്ക്ക കാണിക്കാം. ഇതാ പാവയ്ക്ക, 2 ഐറ്റം പാവയ്ക്കുണ്ട്. പിന്നെ നമുക്കിവിടെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കുംബറുണ്ട്. കുക്കുംബർ പൂവിട്ടിട്ട്, പക്ഷേ അത് പൂവ് കരിഞ്ഞു പോയിരിക്കണം, ചൂടുകൊണ്ടാണ്. എന്നാലും ചെറുതായിട്ട് വരുന്നുണ്ട് കുക്കുംബർ. നമ്മുടെ കോവയ്ക്ക, എല്ലാ ഐറ്റം പച്ചക്കറികളും നമ്മളിവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങയുണ്ട്. ഇതാ വഴുതനങ്ങ പിടിച്ചിരിക്കണുണ്ടല്ലേ, ഇതിൻ്റെ ഇടയിലാണ് വഴുതനങ്ങ പിടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കതാ കുറ്റി കുരുമുളകുണ്ട്. അപ്പം നമുക്ക് എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെറിയ സ്പേസിൽ പോലും നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയാൽ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും. കുറച്ച് മെനക്കെടണം. രാവിലെയൊക്കെ കുറച്ച് സമയം നമ്മൾ ഇതിന് വളമൊക്കെ ചെയ്ത്, ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് അതിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്തതാണ്. നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, അസ്സലാമു അലൈക്കും.